മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഛോട്ടാ മുംബൈ. 2007 പുറത്തിറങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. മണിയൻപിള്ള രാജുവായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവ്. ചിത്രം റിലീസ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അണിയറ പ്രവർത്തകർ. ജൂണിൽ റിലീസ് ഉണ്ടാകുമെന്നാണ് മണിയൻപിള്ള രാജുവിന്റെ വെളിപ്പെടുത്തൽ. ഛോട്ടാ മുംബൈയിലെ ചെട്ടികുളങ്ങര ഭരണി നാളിൽ എന്ന പാട്ടിന്റെ റൈറ്റ്സിനായി 2.75 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. 1975 പുറത്തിറങ്ങിയ സിന്ധു എന്ന ചിത്രത്തിലേതായിരുന്നു ഈ പാട്ട്. പ്രേം നസീർ നായകനായ ചിത്രത്തിലെ ഈ പാട്ടിന്റെ രചനകൾ ശ്രീകുമാരൻ തമ്പിയുടേതായിരുന്നു. MK അർജുനൻ മാസ്റ്റർ സംഗീതവും നിർവഹിച്ചു. KJ യേശുദാസ് ആലപിക്കുകയും ചെയ്തു. എന്നാൽ ആ പാട്ടിന്റെ റൈറ്റ് ശ്രീകുമാരൻ തമ്പിക്കോ അർജുനൻ മാസ്റ്ററിനോ അല്ലായിരുന്നുവെന്നും മണിയൻപിള്ള രാജു വെളിപ്പെടുത്തി. ഛോട്ടാ മുംബൈയിൽ ഈ പാട്ട് ഉപയോഗിക്കാൻ ആ പാട്ടിന്റെ റൈറ്റ് സ്വന്തമാക്കിയവരുടെ അടുത്ത് ചെന്ന് തങ്ങൾ ചോദിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം 4 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞത്. അവസാനം ബാർഗെയിൻ ചെയ്ത ആ പാട്ടിന്റെ അത്രയും വരികൾക്ക് 2.75 ലക്ഷം രൂപ കൊടുത്തു. അന്ന് നസീർ സാറിനെ വെച്ചെടുത്തപ്പോൾ ആ പടത്തിന് മുഴുവനായും ചെലവായത് 2.5 ലക്ഷം രൂപയാണെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. ഛോട്ടാ മുംബൈ സെൻസർ ചെയ്യാൻ പറ്റില്ലെന്ന് അന്ന് സെൻസർ ബോർഡ് നിലപാടെടുത്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രത്തിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന രംഗമായിരുന്നു പ്രശ്നം. പാപ്പാഞ്ഞിയെ അങ്ങനെ കത്തിക്കാൻ പാടില്ലെന്നും അവസാനം ഒരു പ്രത്യേക മതക്കാർ വന്ന് വഴക്കുണ്ടാക്കുമെന്നും അവർ പറഞ്ഞു. പാപ്പാഞ്ഞിയെ ദൈവമായിട്ടല്ല കാണിച്ചിരിക്കുന്നതെന്നും തങ്ങളും പറഞ്ഞു. അന്നത്തെ സെൻസർ ഓഫീസിന് ഭയങ്കര പേടിയായിരുന്നു. കുറെ പറഞ്ഞു നോക്കി. അവസാനം അദ്ദേഹം മട്ടാഞ്ചേരി CIയെ വിളിച്ചു. പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന സംഭവം എല്ലാ വർഷമുള്ളതാണെന്നും അതൊരു ചടങ്ങാണെന്നും CI സെൻസർ ബോർഡിനെ അറിയിച്ചു. അവസാനം എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ താനായിരിക്കും ഉത്തരവാദി എന്ന് എഴുതി കൊടുത്തിട്ടാണ് അന്ന് സെൻസർ ചെയ്യാൻ അവർ സമ്മതിച്ചതെന്നും മണിയൻപിള്ള രാജു വ്യക്തമാക്കി.